ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിലെ രേഖകൾ പരസ്യരേഖയല്ലെന്ന് ഹൈക്കോടതിയിൽ പിണറായി വിജയന്റെയും വീണ വിജയന്റെയും മറുപടി വാദം. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകളിൽ പൊതു താൽപര്യമില്ല. ആദായ നികുതി രേഖകൾ അനുസരിച്ച് അന്വേഷണം ആവശ്യപ്പെടാനാവില്ലെന്നും വാദം. വിശദാംശങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബ്ന സിയാദ് ചേരുകയാണ്. ഷബ്ന, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാട് MLA നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ വാദം നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു നൽകിയ ഹർജിയും കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ രണ്ട് ഹർജികളും ഒരുമിച്ചാണ് കോടതി പരിഗണിക്കുന്നത്. ഇപ്പോൾ മാസപ്പടി ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വീണ വിജയന്റെയും മറുപടി വാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിലെ രേഖകൾ പരസ്യരേഖയല്ല എന്നാണ് ഒരു വാദം. അതുപോലെ ഈ സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകളിൽ പൊതു താല്പര്യമില്ല. ആദായ നികുതി രേഖകൾ അനുസരിച്ച് അന്വേഷണം ആവശ്യപ്പെടാനാവില്ല. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ രാഷ്ട്രീയ പ്രേരിതമാണ് തുടങ്ങിയ വാദങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിരുന്നത് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ അന്വേഷണ ആവശ്യം തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആദായ നികുതി രേഖകൾ അനുസരിച്ച് അന്വേഷണം നടത്തണം, വിജിലൻസിന്റെ അന്വേഷണം വേണം എന്ന ആവശ്യമായിരുന്നു MLA ഉന്നയിച്ചിരുന്നത്. ഇതിന് മറുപടി വാദങ്ങൾ കോടതിയിൽ തുടരുന്നു. ശരി, ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിലെ രേഖകൾ പരസ്യരേഖയല്ലെന്നും പൊതു താല്പര്യമില്ലെന്നും ആദായ നികുതി രേഖകൾ അനുസരിച്ച് അന്വേഷണം ആവശ്യപ്പെടാനാവില്ലെന്നുമാണ് ഇപ്പോൾ മറുപടി വാദം വന്നിരിക്കുന്നത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ നൽകിയത് ഷബ്ന സിയാദ്.